സ്വാലിയാണ് നമ്മളെ ഇന്നത്തെ മെയിൻ ഗസ്റ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു നല്ലൊരു ബുക്ക് പരിചയപ്പെടുത്തി തരാം. ആ ബുക്കിലൊരു പ്രത്യേകത എന്താണെന്ന് അറിയോ? ഭയങ്കര നിങ്ങൾക്ക് ഇവിടെ ലൈബ്രറി ഒക്കെ സെറ്റ് ആയിട്ടുണ്ടാവില്ലേ? ആ ലൈബ്രറിയിൽ പോയാൽ ദ മെയിൻ സെർച്ച് ഫോർ മീനിങ് എന്ന് പറഞ്ഞൊരു ബുക്ക് കിട്ടും. വായിച്ചണ അല്ല, അതിന്റെ ഇംഗ്ലീഷാണ്. ചിലപ്പോൾ അതിന്റെ വിവർത്തനം ഉണ്ടാവും. വിവർത്തനം ഉണ്ടെന്ന് തോന്നുന്നു. വിവർത്തനം ഉണ്ട്. അപ്പൊ അത് അതിനൊരു കാര്യം പറയുന്നത് എന്താന്ന് വെച്ചാല്, പടച്ചോൻ നമുക്ക് രണ്ട് സാധനം തന്നിട്ടുണ്ട്. ഒന്നെന്താ അറിയോ? ഒന്ന് അറിവും, രണ്ട് തെരഞ്ഞെടുക്കാനുള്ള കഴിവും തന്നിട്ടുണ്ട്. അപ്പൊ കുറേ ആൾക്കാർ ഇപ്പൊ പടച്ചോന് എന്നെ പഠിച്ച്, ഇവനെ പഠിച്ച്, ഓരോരുത്തരെങ്ങനെ പഠിച്ച്, എന്നിട്ട് പടച്ചോൻ എല്ലാവർക്കും ഒരു കഴിവാൻ കൊടുത്ത് അങ്ങനെ കൊടുക്കുമോ? കൊടുക്കൂല, സാധ്യതയില്ല. അങ്ങനെയാണ് ഒരാളങ്ങ് പഠിച്ചാൽ പോയി, ഒരാളങ്ങ് വിട്ടാൽ പോയി. ഓൻ ചെയ്താൽ പോരല്ലോ. എല്ലാവർക്കും ഒരേപോലത്തെ കഴിവാണെന്നുണ്ടെങ്കിൽ ഒരാളാവശ്യമുള്ളൂ. പക്ഷെ ഞമ്മക്കെന്താ, എല്ലാവർക്കും ഓരോ കഴിവ് ഇങ്ങനെ പഠിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അത് ഏതാണെന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു സാധനം അത് ഞമ്മക്ക് പഠിച്ചു എന്താക്കിയിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മളൊരു സാധനം അങ്ങോട്ട് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നമ്മളെ വെല്ലാൻ ഒരോളം ഉണ്ടാവില്ല. അത് ഇനി എന്തായിക്കോട്ടെ, നിങ്ങൾ എവിടെ പോയാലും എന്താണ് അത് നിങ്ങൾക്ക് അത് ആ ഒരു ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം നമ്മളെ മേഖലയിൽ എന്താണ് പ്രസംഗത്തിനുള്ള കഴിവാണ് വേണ്ടത്. അത് നമ്മളെ ദീനീ ദേവത്തിനാണെന്നുണ്ടെങ്കിലും എവിടെയാണെങ്കിലും പ്രസംഗത്തിൻ്റെ കഴിവ് മസ്റ്റാണ്. അപ്പം ആ ബുക്ക് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ വളരെ കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബുക്കാണ്. പിന്നെ ചില ആൾക്കാരുണ്ട്, ഇനിയിപ്പോൾ എനിക്ക് കഴിവ് അതന്നെയാണോ? ചില ആൾക്കാർ എല്ലും കൂടി പോയി അങ്ങ് എടുക്കും. എനിക്ക് പാട്ടും വേണം, പ്രസംഗം വേണം, എല്ലും വേണം. എല്ലിങ്ങനെ എല്ലായിടത്തും നോക്കി ഇങ്ങനെ നോക്കുമോ? അങ്ങനെയാണ്. ചിലതുണ്ടാവും പോസിബിലിറ്റി ഉണ്ടാവും, പ്രോബബിലിറ്റി ഉണ്ടാവും. അതെന്താന്ന് വെച്ച് പറയാൻ കാരണം, ഇപ്പോൾ ഒരു ബിൽഡിങ്, ആ ബിൽഡിങ്ങിൻ്റെ ഇപ്പോൾ പറയാം, ഒരു ബിൽഡിങ് കേട്ടോ, ആ ബിൽഡിങ്ങിൽ ഒരു 16ാമത്തെ നിലയിൽ നമ്മളിങ്ങനെ ബാത്റൂം പോവാൻ, നമ്മളെ റൂം അതാണ് കേട്ടോ. അപ്പോൾ ക്ലോസറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നിട്ടാ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, പടച്ചറപ്പേ യൂറോപ്യൻ ക്ലോസറ്റാട്ടാ, അതിൻ്റെ അടിയിൽ നിന്ന് വല്ല പാമ്പങ്ങാനും പേര് ചിന്തിക്കൂ എൻ്റെ മോനെ. അപ്പൊ മോള് ഓരോ ബാത്റൂമിൽ പോകുമ്പോഴും ഇങ്ങനെ ഫ്രഷ് അടിച്ച് വെള്ളം എത്ര അങ്ങനെ കളയേണ്ടി വരും അല്ലേ? ഈ പാമ്പ് അങ്ങനെ അവിടെ കയറി വന്നാലോ? ഇനി സംഭവം എന്തുണ്ട്, പോസിബിലിറ്റി ഉണ്ട്. 16ാമത്തെ നിലയ്ക്ക് പാമ്പ് നമ്മളെ ഇരിക്കണ ബാത്റൂമിന്റെ അടിയിൽ തന്നെ പോയി ഇങ്ങനെ നിൽക്കും അല്ലേ? സംഭവം ഒരു പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. പക്ഷെ അതിനെന്തില്ല, പ്രോബബിലിറ്റി ഇല്ല, ചാൻസ് ഇല്ല. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തിങ്ങനെ കഴിഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ ഓക്കെ. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ ഇടയ്ക്കുണ്ടാവും, ഇപ്പോൾ മീസാനാവും കുറേ ഉണ്ടാവും, ഫാല കുറേ അപ്പുറത്തെ പേജ് ഫുയില പിന്നെ മാഫുയില പിന്നെ മാഫാല പിന്നെ ലായഫാലു. ഇതൊക്കെ കൂടി പടച്ചറപ്പേ, ഇതൊക്കെ ഞാനെന്താ കാട്ടറപ്പേ അല്ലേ? തോന്നിയില്ലാവൂലേ? സത്യല്ലേ? ഇതൊക്കെ എന്താണ്, കുറെ ഫാല പഠിക്കും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഫുയിലാക്കണം, കുറച്ച് ബാസിസ് ബാത്ത് പറയുന്നത്, മാതി പറയുന്നത്, ഉമീർ പറയുന്നത്, ദറവ് പറയുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ്. പക്ഷെ ഇതിൻ്റെ ഒക്കെ ഈ സാധനത്തിൻ്റെ ഒക്കെ ഒരു സാധനം എവിടുന്നാണ് കിട്ടുക? ഒരു 5ാം ക്ലാസ് കഴിഞ്ഞ് 6ാം ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാവും അസീസ് ബാത്ത് എന്ന് പറഞ്ഞാൽ അതാണ് സംഭവം. അത് അപ്പോഴേ തിരിയുള്ളൂ. അപ്പോൾ എവിടെ നിന്നൊക്കെ ഇങ്ങനെ പെറുക്കിയെടുക്കണ പോലെ അല്ല. നമുക്ക് അതിനെ പ്രസംഗം പറയാൻ തോന്നുമ്പോൾ ആദ്യം ഒന്ന് പറഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ ആദ്യമൊക്കെ തെറ്റിനോടെ ഞാൻ പറഞ്ഞാൽ എന്താക്കണ്ടേ, പിടിച്ചെന്താക്കുക, അവനെ ഫോട്ടോ എടുത്തേക്കാം. എന്നിട്ട് അവനങ്ങനെ നോക്കിയിട്ട് പറയാം, ഞാൻ കാണിച്ചരാ ഓനെ ഫോട്ടോ. അങ്ങനെ കളിയാക്കണുണ്ടോ? ചിലപ്പോൾ പുസ്തകം ക്ലാസ്സിൽ അർത്ഥം നോക്കുമ്പോണ്ടാവും അങ്ങനെ കളിയാക്കാനായിട്ട് കുറേ ചിരിച്ചാനൊക്കെ കുറേ ടീമുണ്ടാവും. ശരിയത്തിൽ അങ്ങനെ തെറ്റുമ്പോൾ അർത്ഥം വായിക്കുമ്പോൾ അല്ല മറ്റേ ഈ ഭാഗത്ത് ഇങ്ങനെ വായിക്കുമ്പോൾ തെറ്റുമ്പോണ്ടാവും കുറേ ആൾക്കാർ ചിരിച്ചാൽ. ഹസ്രത്തുസ്ത ചിരിച്ചില്ല, ഹസ്രത്തുസ്ത അങ്ങനെ ചിരിക്കാത്ത ഒരാളാണ്. പക്ഷെ ഈ ഇറാബ് തെറ്റുമ്പോൾ കുട്ടികളെ ചിരിക്കുമ്പോൾ ഹസ്രത്തുസ്ത ചിരിക്കും. ഹസ്രത്തുസ്താനെ അറിയണം, കണ്ടിട്ടുണ്ടെങ്കിൽ ചിലർ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര പേടിയാണ് നമുക്ക്. ഹസ്രത്തുസ്ത ഇടക്കാണ്ട് ചിരിക്കും, വലിയ ചിരിയൊന്നുമല്ല, അതേപോലെ ഉണ്ടാവും പറയണം ഓനൊക്കെ. അതായത് നമ്മളെ ക്ലാസ്സിൽ ഇങ്ങനെ എന്തെങ്കിലും തെറ്റി ഇങ്ങനെ കാത്തിരിക്കാൻ വേണ്ടോ. നേരത്തെ കുറെ ആൾക്കാർ അവിടെ ഇങ്ങനെ മറ്റേ നമ്മളെ എന്തിൻ്റെ പേര് എന്താണ് സോലി ഉറങ്ങിയപ്പോണ്ട് വാടാ കാണിച്ചു ഓരോരുത്തര്. അതാണ്, അതൊരു നേച്ചറാണ്. ആ നേച്ചർ അങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പൊ ഓക്കെ കേട്ടോ, ഇപ്പൊ നമ്മൾ ടീമാണ്. ഇപ്പൊ അങ്ങനെയുള്ളവർക്ക് പറഞ്ഞിരുന്നു അങ്ങനെ ഉണ്ടാവും. അങ്ങനെയുള്ള നമ്മളെന്താ ചെയ്യേണ്ടി?
പറഞ്ഞോ പറഞ്ഞോ അങ്ങനെ അപ്പൊ എപ്പോഴും ഒന്നും കേട്ടില്ലേ? ആ ഒന്നും കേട്ടില്ല. നമ്മളെന്തൊക്കെ അന്ന ഇനി ആരും പ്രസംഗം പറയാൻ വരുമ്പില്ലേ ഒരു ചിരിച്ചാലേ പക്ഷെ മറ്റേ ഒരു ഫോട്ടോ ഇങ്ങനെ വളരെ ഫോട്ടോ എടുത്ത് വെച്ചോ. എന്നിങ്ങനെ നോക്കിയാൽ മതി ഇടയ്ക്കിടയ്ക്ക്. ഞാൻ പറയോടാ ഞാൻ ഒന്ന് പറഞ്ഞു കൊടുത്തതല്ലേ, അങ്ങനെ എന്നാ മതി. അപ്പം അതാണ് നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടത്.